ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ച മുതൽ ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും. ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതും കോംബോ കളിക്കുന്നതും പ്രേക്ഷകർക്കിടയിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇരുവരും ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതടക്കം എല്ലാം ഫേക്ക് കളികളാണെന്നും വരെ ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തരം വിമർശനങ്ങൾക്കുമൊടുവിൽ ഗബ്രി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. നാടകീയ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിച്ചത്. ഋഷി, നോറ, അർജുൻ, അഭിഷേക് ശ്രീകുമാർ, സിജോ, ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, അൻസിബ എന്നിവരായിരുന്നു നോമിനേഷനിൽ വന്നത്. എന്നാൽ അതിൽ ഋഷി, അൻസിബ, ജാസ്മിൻ, ഗബ്രി എന്നിവർ ചേർന്ന എവിക്ഷനാണ് നടക്കുകയെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു. തുടർന്ന് 4 പേരോടും ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ചുനേരം ചെലവഴിച്ച് തിരിച്ചു വരാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. തുടർന്ന് നടന്ന എവിക്ഷൻ പ്രോസസ്സിൽ അൻസിബയെയും ഋഷിയെയും സേഫാക്കി. ബാക്കിയുണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രി കോംബോയിൽ ഒരാൾ പുറത്താവുമെന്ന് ബിഗ് ബോസ് അറിയിക്കുകയായിരുന്നു. ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഗബ്രി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു. ഗബ്രിയുടെ എവിക്ഷൻ ഹൗസ്മേറ്റ്സിനിടയിലും അമ്പരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എവിക്ഷൻ പ്രോസസ്സിനിടയിൽ കരയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തിരുന്ന ജാസ്മിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ നാടകമാണ് കാണുന്നതെന്നും ഗബ്രി പോയതുകൊണ്ട് ഇനി ഗെയിമിൽ ആക്റ്റീവാകാനായിരിക്കും പ്ലാൻ എന്നൊക്കെയാണ് പ്രേക്ഷകർ വ്യക്തമാക്കുന്നത്. ഇടയ്ക്ക് കരയുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും കാണാം. കരച്ചിൽ ആക്ടിംഗ് ആണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ആ ചെറുക്കനെ അങ്ങോട്ടേക്ക് പോയി പ്രേമനാടകം കളിച്ച് പുറത്താക്കിയിട്ട് ഇപ്പോൾ കരഞ്ഞ് അഭിനയിക്കുന്നു. ചട്ടനും പോയി പൊട്ടനും പോയി എവിക്ഷനിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ സന്തോഷമാണ് ജാസ്മിന്. മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ശ്രദ്ധിച്ചാൽ കാണാമായിരുന്നു. ജാസൂത്തയുടെ കരച്ചിലായിരുന്നു ഇന്നേ ദിവസത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ കോംബോ ഏതായാലും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും ജാസ്മിൻ ഗെയിം കളിക്കുക എന്നതും കാണാൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.